ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ റമദാൻ പ്ലാനറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടുള്ള പ്ലാനറാണ്, വലിച്ചു നീട്ടൊന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് ഈ പ്ലാനർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു. വീഡിയോസൊന്നും ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നത് നിർത്തുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്തിടും ഇൻഷാ അല്ലാഹ്. ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള റമദാൻ പ്ലാനർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം കേട്ടോ. എല്ലാ മാസത്തെ പ്ലാനറും ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്കതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ റമദാൻ പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമൊക്കെ എനിക്കൊന്നിനും സമയം കിട്ടാത്തപ്പോൾ വീഡിയോസൊന്നും ഇടണ്ട, യൂട്യൂബ് നിർത്താമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് എല്ലാം കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് എല്ലാം ചെയ്തിടും. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സും പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടും ഇനി മുതലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ ഹെഡിങ് ആണ് കേട്ടോ കൊടുക്കുന്നത്. റമദാൻ കരീം എന്നാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ളൊരു ഡെക്കറേഷൻസും ചെയ്യുന്നുണ്ട്, കളറും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പേജിൽ കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് എഴുത്തും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് വൃത്തിക്കിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള പേജാണെങ്കിൽ ഡയറക്റ്റ് റമദാൻ കരീം എന്ന് എഴുതിയിട്ട് ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ഡെക്കറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ കയ്യിൽ നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വെക്കാം കേട്ടോ. വെറും റമദാൻ കരീം എന്ന ഹെഡിങ് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസാണ് ചെയ്തത്. അടുത്ത പേജിൽ മൈ റമദാൻ ടു ഡു ലിസ്റ്റാണ്. ഇതിൽ ഈ ഒരു റമദാൻ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ടു ഡു ലിസ്റ്റാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പരിശുദ്ധമാകപ്പെട്ട റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു മാസത്തേക്കുള്ളൊരു ടു ഡു ലിസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ടു ഡു ലിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാം. ഇതേപോലെ ചെയ്യണമെന്നില്ല. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എത്രയെല്ലാം എഴുതി വെക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം എഴുതി വെക്കാം കേട്ടോ. ഈ ഒരു ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ ഡെയിലി ചൊല്ലുന്ന ദിക്കറിൻ്റെ കാര്യങ്ങളും ഖുർആനോത്തിൻ്റെ കാര്യങ്ങളും ദുആയുടെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. ഈ ഒരു പേജിൽ ഫാസ്റ്റിംഗ് ട്രാക്കറാണ് കേട്ടോ. 1 to 30 വരെ ഇതിൽ നിങ്ങൾ മാർക്കിടുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യത്തെ 10ലേക്ക് ഒരു കളറ്, രണ്ടാമത്തെ 10ലേക്ക് വേറൊരു കളറ്, മൂന്നാമത്തെ 10ലേക്ക് വേറൊരു കളറ്, ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 1 to 30 വരെ ഞാനിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം നിങ്ങൾ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് മാർക്കിടുക. നോമ്പ് നോക്കിയില്ലെങ്കിൽ ഇൻടു മാർക്കിടുക. ഇതിലേക്ക് 2 കോഡ്സേ ഉള്ളൂ. നിങ്ങൾ നോമ്പ് നോക്കിയാൽ റൈറ്റ് മാർക്കിടുക, നിങ്ങൾ നോമ്പ് നോക്കിയില്ലെങ്കിൽ ഇൻടു മാർക്കിടുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ട്രാക്കറാണ്. നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യുക. ഇത് ഈസി ആയിട്ടുള്ളൊരു റമദാൻ പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഫാസ്റ്റിംഗ് ട്രാക്കർ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു. ഈ ഒരു പേജിൽ 30 days തറാവി ട്രാക്കറാണ് കേട്ടോ. ഇതിൽ നമ്മൾ തറാവി നിസ്കരിച്ചത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുസല്ലയുടെ സിമ്പിളാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 30 മുസല്ല നമ്മളിവിടെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 30 മുസല്ല വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ വരക്കാം കേട്ടോ. നിങ്ങൾ തറാവി നിസ്കരിച്ച് കഴിഞ്ഞാൽ റൈറ്റ് മാർക്കിടുക, നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻടു മാർക്കിടുക. ഈസി അല്ലേ? 2 കോഡ്സ് യൂസ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് റമദാൻ മാസം അവസാനമാകുമ്പോൾ എത്ര തറാവി നിസ്കാരങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ളൊരു കൗണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തറാവി ട്രാക്കർ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സലാത്ത് ട്രാക്കറിലേക്ക് പോവാം. 5 ഫർള് നിസ്കാരങ്ങളും 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സുബഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷ. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കളർ ഷീറ്റിലാണ് ഞാനിത് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു പേജിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ ഒരു സൈഡിൽ നിസ്കാരങ്ങളുടെ പേരും മറ്റൊരു റോയിൽ ഞാൻ 1 to 30 വരെയുള്ള ഡേറ്റ്സും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 3 കോഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിസ്കരിച്ചാൽ റൈറ്റ് മാർക്കും, നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻടു മാർക്കും, പീരിയഡ്സ് ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 കോഡ്സേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സലാത്ത് ട്രാക്കറാണ്. ഇപ്രാവശ്യം ഞാൻ ചെയ്ത ഒരു പ്ലാനർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനറാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു ബുക്കും പേനയും ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട.
അത്രക്കും ഈസി ആയിട്ടുള്ളൊരു പ്ലാനറാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നല്ലപോലെ പ്ലാനറെല്ലാം ചെയ്യാൻ പ്ലാൻ ഇട്ടതാണ്, പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്നിനും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സിമ്പിളായിട്ട് ചെയ്തു. ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും ഇതിൽ അഡീഷണലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ സലാഡ് ട്രാക്കറിൻ്റെ ആ ഒരു പേജ് ഞാൻ ഈ സൈഡിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേജിൽ 30 days ചാലഞ്ച് ആണ് കേട്ടോ. 30 ദിവസം കൊണ്ട് ഒരു ഖതം തീർക്കുക എന്നുള്ളതാണ് ചാലഞ്ച്. 1 തൊട്ട് 30 ജുസ് വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ഇത്ര ജുസ് നമ്മൾ ഓതി തീർക്കും. 2 ഖതം ഓതാൻ പറ്റുന്ന ആൾക്കാർ 2 ഖതം ഓതാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പ്ലാൻ നിങ്ങൾ വേറെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു മാസം ഒരു ഖതമേ തീർക്കുന്നുള്ളൂ, കാരണം എനിക്ക് അതിനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നേ. അതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടുവാണെങ്കിൽ ഇൻഷാ അല്ലാ 2 ഖതം ഓതി തീർക്കും. ഇപ്പോൾ ഒന്നിനുള്ള പ്ലാനറാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാ 2 ഖതം ഓതും, അതല്ലെങ്കിൽ എക്സ്ട്രാ ദിക്റുകൾ ചൊല്ലും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓതാൻ പറ്റുന്നുണ്ടോ അത്ര നിങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ള റമദാൻ പ്ലാനർ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്ലാനറാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു പെന്നും ബുക്കും ഉണ്ടായാൽ മതി. കളേഴ്സൊന്നും യൂസ് ആക്കണമെന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. കളേഴ്സൊന്നും ഇല്ലാതെ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു റമദാൻ പ്ലാനറാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള പ്ലാനറാണ്. ഞാൻ എല്ലാ മാസവും പ്ലാനർ ചെയ്യുന്ന ആളാണ്. അത് ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയില്ല. അതിന് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. ഇതിൽ നിങ്ങൾ ഓരോ ജുസോ ഓതി കഴിയുമ്പോഴും ഇതേപോലെ കളർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ യൂസ് ആക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കളേഴ്സ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്താലും മതിയാവും, അല്ലെങ്കിൽ പെൻ വെച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലും മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ റമദാൻ പ്ലാനർ ഇതുവരെ ചെയ്യാത്ത ആളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ റമദാൻ പ്ലാനറാണ്. എനിക്ക് ഈ ഒരു പ്ലാനർ ചെയ്യാനുള്ള സമയം കിട്ടാത്ത കൊണ്ടാണ് ഇതുവരെ ഞാൻ ചെയ്തിടാത്തത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇന്നത്തെ ഈ ഒരു റമദാൻ പ്ലാനർ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.